ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ കാട്ടാക്കടയ്ക്കടുത്ത് നാടുകാണി എന്ന് പറയുന്ന ഒരു ഹിൽ ടോപ്പ് ഉണ്ട്, അവിടെയാണ്. ഇവിടെ തന്നെ ഒരു ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ആ സ്പോട്ടിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും, ഇവിടെ നല്ല കുത്തനായിട്ടുള്ളൊരു പാറയാണ്, അതിന് മുകളിലായിട്ടാണ് ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. എന്തായാലും നമുക്ക് അങ്ങോട്ട് അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് പോകാം. നമ്മളിപ്പോൾ ഈ കുറച്ച് ദൂരം കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാം, ഇവിടെ ഒരു ചെറിയൊരു കുളമുണ്ട് കേട്ടോ. ഈ നമ്മുടെ ഈ പാറയുടെ സൈഡിലായിട്ടാണ്, നല്ല തെളിഞ്ഞ വെള്ളമൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സ്പോട്ടിലേക്ക് എത്തിച്ചേരാനായിട്ട് കറക്റ്റായിട്ട് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാട്ടാക്കട വന്നിട്ട് കട്ടക്കോട് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ മുന്നിലേക്ക് വരുമ്പോൾ ഈ നാടുകാണി എന്ന് പറഞ്ഞ ഈ സ്പോട്ടിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ നമ്മുടെ ആ ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രത്തിനടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ മലമുകളിലായതുകൊണ്ടാണെന്ന് അറിയില്ല, ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ ഇവിടെ നിൽക്കാനായിട്ട്. അതുപോലെ ഈ ക്ഷേത്രവും നല്ലൊരു വ്യൂ പോയിൻ്റൊക്കെ നമുക്ക് ഇവിടെ തന്നെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ക്ഷേത്രത്തിന് മുകളിലെത്തുമ്പോൾ തന്നെ നല്ലൊരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് കാണാം, നല്ല അങ്ങ് ദൂരെയൊക്കെ ആയിട്ട് നമുക്ക് കോടമഞ്ഞൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ സ്ഥലം നമ്മുടെ ഈ കാട്ടാക്കടയിലെ തന്നെ മിനി പൊന്മുടി എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഞാനിവിടെ വന്ന സമയത്ത് ഇങ്ങനെ കോടമഞ്ഞൊന്നും ഇല്ല, പക്ഷെ നമുക്ക് ഈ ദൂരത്തായിട്ടൊക്കെ കാണാനായിട്ട് പറ്റും. അവിടെ എല്ലാം നല്ല കോടമഞ്ഞൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്, അത് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ ഈ സൈഡിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ വേറൊരു പാറ കാണാനായിട്ട് പറ്റും. അത് അവിടെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു കാഴ്ചയും കൂടെ കാണാനായിട്ട് അങ്ങോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഇനി ആ പാറയിലോട്ട് പോകണമെങ്കിൽ പ്രത്യേകിച്ച് ഇവിടെ വഴിയായിട്ടൊന്നുമില്ല, എന്തായാലും അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ഈ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് പാറയിലൊക്കെ വെള്ളമുണ്ട്, പഴുക്കലുണ്ട്. അപ്പോൾ ഇതിലെ ഈ വഴിയാണ് നമുക്ക് പോകേണ്ടത്. ഇതിൻ്റെ ഒരു വഴിയായിട്ടൊന്നുമില്ല, പക്ഷെ നമുക്ക് ഈ പാറ വഴി തന്നെ പതിയെ ഇറങ്ങി നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇനി ഇവിടെ നിന്ന് ഇനി ഏത് വഴിയാണ് പോകേണ്ടതെന്നൊന്നും ഒരു പിടിയൊന്നുമില്ല. ഇവിടെ വഴിയായിട്ടൊന്നുമില്ല, ഫുള്ള് കാട് നിറഞ്ഞ് കിടക്കുകയാണ്. എന്തായാലും നമുക്ക് ഈ വഴിയൊന്ന് പോയി നോക്കാം. സത്യം പറഞ്ഞാൽ ഇതൊരു കാട്ടിലൂടെ പോകുന്നൊരു അവസ്ഥ തന്നെയാണ്, പ്രത്യേകിച്ച് വഴിയായിട്ടൊന്നുമില്ല കേട്ടോ ഇവിടെ വരെ. അപ്പോൾ നമ്മൾ ഇവിടം വരെ വന്നപ്പോൾ നമുക്കിവിടെ കാണാം, ഇവിടെ വഴിയായിട്ടൊന്നുമില്ല. സത്യത്തിൽ പെട്ടു. എന്നാലും ഈ വഴി നമുക്കൊന്ന് പോയി നോക്കാം. അവിടെ വഴിയായിട്ടില്ല, എന്നാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അങ്ങനെ ഒടുവിൽ നമ്മളായിട്ട് തന്നെ ഒരു വഴിയൊക്കെ ഉണ്ടാക്കി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വഴി അങ്ങ് കയറി പോയാൽ മതി എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം.
അങ്ങനെ നമ്മൾ നടന്ന് ആ പാറയുടെ താഴെയായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ പാറയുടെ താഴെ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു പടിയോ അങ്ങനെയൊന്നും ഇല്ല. നല്ലൊരു കുത്തനായിട്ടുള്ള ആ ഒരു പാറയാണ്. എന്തായാലും നമ്മൾ എത്തി ഇവിടെ. എന്തായാലും നമുക്കൊന്ന് കയറി നോക്കാം. എന്താവെന്ന് അറിയില്ല. എന്തായാലും നമുക്കങ്ങോട്ട് പോയി നോക്കാം. ഇത് കുറച്ച് റിസ്ക് തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല. പിന്നെ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇത് എന്തായാലും നമുക്ക് വന്ന സ്ഥിതിക്ക് എന്തായാലും നമുക്ക് അവിടെ കയറിയിട്ട് പോകാം. ഇവിടെ പ്രത്യേകിച്ച് ഈ പടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല കഷ്ടമാണ് കേട്ടോ ഇവിടെ കയറിപ്പോവാൻ. നല്ല വഴുക്കലുണ്ട്. എന്താകുമെന്നൊന്നും അറിയില്ല. അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. ഇനിയുണ്ട് നമുക്ക് കുറച്ച് മുകളിലോട്ട് പോകാനായിട്ട്. എന്തായാലും നമുക്ക് അങ്ങോട്ടൂടെ പോവാം. അങ്ങനെ നമ്മൾ വളരെ പാടുപെട്ട് ആ ചെറിയ മലയിൽ നിന്ന് കയറി നമ്മൾ മുകളിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി ഒരല്പം കൂടെയുള്ളൂ നമുക്ക് നടക്കാൻ. അപ്പോൾ നമുക്ക് അവിടെ പോയി നോക്കാം. ഒരു ചെറിയ പ്രതിഷ്ഠയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ നമ്മളിതാ ആ ടോപ്പിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ, ആ മലയിൽ. ഇവിടെ നമുക്ക് കാണാം ഒരു ചെറിയ പ്രതിഷ്ഠയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലായിട്ടും ഇവിടെ ഒരു ചെറിയ അമ്പലത്തിൻ്റെ ഒരു പ്രതിഷ്ഠയുണ്ട്. നമ്മളുണ്ട് ഈ വഴിയാണ് വന്നത്. നമുക്ക് കാണാൻ കണ്ടോ ആ ക്ഷേത്രമൊക്കെ അവിടെയാണ്. നമുക്ക് കാണാനായിട്ട് നമ്മുടെ ഈ തിരുവനന്തപുരം സിറ്റിയൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ ആ പാറയൊക്കെ വളരെ കഷ്ടപ്പെട്ട് തന്നെ ഇറങ്ങി നമ്മളിതാ ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഈ സൈഡിലൂടെ പോയി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പാറയും കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. അവിടെ നല്ലൊരു വ്യൂ പോയിൻ്റ് ആണെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളും കൂടെ ഒന്ന് പോയി നോക്കാം. ഈ വഴിയാണ് നമുക്ക് പോകേണ്ടത്. നമ്മൾ പോകുന്ന വഴിക്കാണ്ട ചെറിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, ശ്രീ അഗസ്ത്യർ മുനി ആൽത്തറയെന്ന്. ഇവിടെ നിന്നൊരു 100 മീറ്ററാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ പിന്നെ ചെറിയ വഴിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഈ പാറ കഴിഞ്ഞാൽ പിന്നെ ചെറിയൊരു വഴിയാണ്. തികച്ചും നമ്മളൊരു കാട്ടിലൂടെ പോകുന്നൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് ഈ വഴി പോകുമ്പോഴും കിട്ടുന്നത്. അത് ഇനിയും ഒരുപാട് പോകണമെന്നാണ് തോന്നുന്നത്. എന്തായാലും ഒരു ചെറിയ വഴിയൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. കാട്ടിലൂടെയുള്ള ഒരു അനുഭവം എന്ന് പറഞ്ഞത് വെറുതെ അല്ല, ഇത് തികച്ചും ഒരു കാട് തന്നെയാണ്. അതുപോലെ നമുക്ക് കണ്ടോ പോകുന്ന വഴി നമുക്ക് കണ്ടോ ഇവിടെ ഒരു എരിക്ക് നിൽപ്പുണ്ട്. നമുക്കത് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ടേക്ക് പോകാനുണ്ട്. നമുക്ക് ഈ വഴിയെ തന്നെ അങ്ങോട്ട് പോയി നോക്കാം. കണ്ട ഇവിടെ നിന്നിട്ടുള്ള ആ ഒരു വ്യൂ ഉണ്ടില്ലേ, ഇവിടെ വളരെ മനോഹരമാണ് കേട്ടോ. നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ. ഇവിടെ അടിപൊളിയാണ് ഇവിടെ.
ഇതാ ചെറിയൊരു പാറ നമുക്ക് താഴെയിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. നമുക്ക് അവിടെ പോയി നോക്കാം. ഇവിടെ ഈ മിനി പൊന്മുടി എന്ന് പറയുന്നതിൽ ഒരത്ഭുതമില്ല. അതുപോലെ തന്നെയാണ് തോന്നുന്നത്. വളരെ മനോഹരമാണ് ഇവിടെയൊക്കെ കാണാൻ. നിങ്ങൾക്ക് എന്നെ കാണാം. അപ്പോൾ നമ്മൾ അടുത്ത പാറയിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് ആൽത്തറയൊക്കെ നമുക്ക് ഇവിടെ നിന്നാൽ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ ആ സ്പോട്ടിൽ നമ്മളത് എത്തിച്ചേർന്നിട്ടുണ്ട്. അടിപൊളി വ്യൂ പോയിൻ്റാണ്, ഒരു രക്ഷയില്ല. സത്യം പറഞ്ഞാൽ ഇപ്പോൾ മിസ് ചെയ്യുന്നത് ഇവിടെ ഒരു മഞ്ഞ, ഒരു കോട മഞ്ഞൊക്കെയാണ് നമ്മൾ മിസ് ചെയ്യുന്നത്. പക്ഷേ വളരെ മനോഹരമാണ് കേട്ടോ ഇവിടെയൊക്കെ കാണാൻ. നിങ്ങൾക്ക് തന്നെ കാണാം. നമുക്ക് ഇവിടെ എല്ലാം എന്താ ഫുള്ള് പച്ചപ്പ് നിറഞ്ഞ് നമുക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട്. എന്തായാലും നമ്മുടെ ഈ പാറയുടെ എൻ്റെ ഇവിടെ നമുക്ക് കാണാം. അപ്പോൾ ഞാൻ കുറച്ചും കൂടി താഴോട്ട് പോയിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ ആ ഒരു വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടില്ലേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഞാൻ ഒരു 360 ഡിഗ്രിയിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഒരു രക്ഷയില്ല, വളരെ മനോഹരമാണ് ഇവിടെ കാണാൻ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ ഷൂട്ടിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. അതുപോലെ ഫാമിലി ആയിട്ടൊക്കെ വന്ന് വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് വരാനും എല്ലാത്തിനും പറ്റിയൊരു അടിപൊളി സ്ഥലം തന്നെയാണിത്. ഇനി നമുക്ക് പോകേണ്ടത് നമ്മുടെ ആൽത്തറയുടെ അങ്ങോട്ടേക്കാണ്. അപ്പം നമുക്ക് അവിടുത്തെ കാഴ്ചയും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. ഇവിടെ വരുമ്പോൾ നമുക്ക് വലിയ കുന്നായിട്ടുള്ളൊരു പാറ, ഒരു കയറ്റം എന്നുള്ളൊരു പാറയൊന്നുമല്ല കേട്ടോ. അത്യാവശ്യം നല്ല നിരന്നൊരു പ്രദേശം തന്നെയാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ അഗസ്ത്യർ മുനിയുടെ ആൽത്തറ. അപ്പോൾ ഇവിടത്തെ പറ്റി പറയുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ നല്ല ശാന്തമായിട്ടുള്ളൊരു സ്ഥലവും കൂടെയാണ്. ഒരു ചെറിയ മഴയും കൂടെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത വൈബ് തന്നെയായിരിക്കും ഇവിടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.